പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക്, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വചനം പഠിക്കാൻ ദൈവം തരുന്ന അമൂല്യമായ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ വചനത്തെയാണ് ഓരോ തിരുവെഴുത്തിൻ്റെ താളുകളിലും നാം പരിചയപ്പെടുന്നതും അനുഭവിക്കുന്നതും. വചനത്തെ മനുഷ്യനാക്കി ലോകത്തിന് തരാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് ഈ വചന പഠനം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 8-ാം അധ്യായത്തിലെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് നമ്മൾ കാണാൻ ദൈവം നമ്മെ അനുവദിച്ചു. പാപിനിയായ സ്ത്രീ കല്ലെറിയാൻ കൊണ്ടുവന്ന, കല്ലെറിഞ്ഞ് കൊല്ലാൻ ജനക്കൂട്ടം പിടിച്ചുകൊണ്ടുവന്ന ആ സ്ത്രീയെ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി. ഇനി അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്ലാസ്സിൽ നാം കണ്ടത് യോഹന്നാൻ 8:12 മനോഹരമായ ആ വചനം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഈശോ അരുളി ചെയ്യുന്ന ആ സുന്ദരമായ വചനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കർത്താവ് ഈശോ മിശിഹ ഈ ഭാഗത്ത് യേശു തന്നെക്കുറിച്ചുള്ള സത്യം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അതായത് യേശു ആരാണ്? 3 തരത്തിൽ യേശുവിനെ നമുക്ക് ലോകത്തിന് വിധി എഴുതാൻ കഴിയും. യേശുവിനെക്കുറിച്ച് 3 കാര്യങ്ങൾ. ഐദർ ഹീസ് മാഡ്, ഓർ ഹീസ് ബാഡ്, ഓർ ഹീസ് ഗോഡ്. ഒന്നുകിൽ അവൻ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ അവൻ കൊള്ളരുതാത്തവനാണ്, കള്ളനാണ്, അല്ലെങ്കിൽ അവൻ ദൈവമാണ്. അവനെ സംബന്ധിക്കുന്ന സത്യം എന്താണ്? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന വിഷയം. ഈ ഭാഗത്ത് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 59 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ഒരു യൂണിറ്റായിട്ട് എടുത്താണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞ് കഴിയുമ്പോൾ ഇനി പരിസേയരുടെ പ്രതികരണമാണ് 13-ാമത്തെ വാക്യം. അവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ പരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. നീ നിന്നെക്കുറിച്ച് തന്നെ പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ഇതിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് ആദ്യ ഭാഗം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇതിന് ഈശോ കൊടുക്കുന്ന മറുപടിയാണ്. അതായത് നിന്നെക്കുറിച്ച് നീ തന്നെയാണ് പറയുന്നത്, ആ പറയുന്നത് എങ്ങനെ സത്യമാവും? ഇതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ഈ 59 വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 85 തവണ യേശു ഞാൻ, എൻ്റെ, എനിക്ക്, ഇങ്ങനെയുള്ള തന്നെക്കുറിച്ച് പരാമർശിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് മതങ്ങൾ വലിയവരായി കാണുന്ന ഏതൊരാൾ തന്നെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ യേശു തന്നെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യേശു ദൈവമാണെന്ന് യേശു ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? അറിവില്ലായ്മ കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ഈ 8-ാം അധ്യായം മാത്രം വായിക്കുക. യേശു താൻ ദൈവത്തോട് സമനാണെന്നും താൻ ദൈവമാണെന്നും പ്രഖ്യാപിക്കുന്ന നിരവധി വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. എന്തുമാവട്ടെ, അപ്പോൾ ഈ ലോകത്തുള്ള വേറെ ഒരു ടീച്ചറും തന്നെക്കുറിച്ച് സ്വയം ഇത്രമാത്രം പഠിപ്പിച്ചിട്ടില്ല യേശു പഠിപ്പിച്ചിട്ടുള്ളതുപോലെ. അത് യേശു ദൈവമായതുകൊണ്ടാണ്. അപ്പോൾ
നമ്മൾ അന്വേഷിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? യേശു തന്നെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനകൾ സത്യമാണോ? അല്ലെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാൻ നമുക്കുള്ള ബാധ്യത എന്താണ്? അത് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടക്കാം. അവിടെ ഇവർ പറയുകയാണ്, ഇവരുടെ ചോദ്യത്തിന് മറുപടിയാണ് ആദ്യ ഭാഗം. നീ നിന്നെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, അപ്പോൾ ആ സാക്ഷ്യം സത്യമല്ല. യേശുവിൻ്റെ മറുപടി 14-ാമത്തെ വാക്യം. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. അതായത് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേറെ ആളുകളുണ്ട്. ഇനി ഒരു വാദത്തിന് വേണ്ടി വേറെ ആരുമില്ലെങ്കിലും എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തിയാലും അത് സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എനിക്കറിയാം. ഞാൻ എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. അപ്പോൾ ഈശോയുടെ മറുപടി എന്താണ്? ഞാൻ 16-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ ആരെയും വിധിക്കുന്നില്ല, ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോടുകൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആദ്യ ഭാഗം 15 വരെയുള്ള വാക്യങ്ങൾ, ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഈശോ പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് ഞാൻ മാത്രമേ സാക്ഷ്യപ്പെടുത്താനുള്ളെങ്കിലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. വൈ? എന്തുകൊണ്ട്? ഈശോ പറയുകയാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും എനിക്കറിയാം, എന്നാൽ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, ഒന്നാമത്തെ വാദം, ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് പോകുന്നു. ഞാൻ ദൈവമാണ്. എൻ്റെ ഉറവിടവും ലക്ഷ്യവും ദൈവമാണ്, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഞാൻ ദൈവമായതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വേറെ ഒരു സാക്ഷ്യപത്രം ആവശ്യമില്ല. ഇത് ദൈവത്തിന് മാത്രമേ അവകാശപ്പെടാൻ കഴിയൂ. ലോകത്ത് വേറെ ആർക്കും ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ മാത്രം പറഞ്ഞാൽ മതി എന്ന് അവകാശപ്പെടാൻ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല, അൺലെസ് യു ആർ ഗോഡ്. അപ്പോൾ ഇതാണ് ഈശോ പറയാനുള്ള ഈശോയുടെ ന്യായം. ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകളെ നിങ്ങൾക്ക് വിധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ അത് തെറ്റുകയാണ്. എന്താ കാരണം? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ ഞാൻ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതായത് ഏത് കാര്യത്തിൻ്റെയും സത്യം നാം മനസ്സിലാക്കുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് നിങ്ങൾ സ്പേസിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ സ്പേസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് അത് സത്യമാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഈശോ പറയുകയാണ്, ഫരിസേയരായ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ വാസ്തവത്തെ, ശരിതെറ്റുകളെ വിധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അത് കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ, നിങ്ങൾ എന്നെ പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് അനേക ആളുകൾ വെറുതെ യേശുവിനെ വിധിക്കുന്നത് കാണുന്നുണ്ട്, വെറുതെ ക്രിസ്തീയതയെ ജഡ്ജ് ചെയ്യുന്നത് കാണുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ അവർ ഇത് ചെയ്യുന്നത് അതറിയാൻ ശ്രമിക്കാതെയാണ്. അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലക്ച്വൽ നോളജിനെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് നിങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ തയ്യാറാവുന്നത് ഒരു അറിവിൻ്റെയും ഒരു അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ജീവിതത്തിൽ തങ്ങൾ ഈ സുവിശേഷ സത്യത്തെ തങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രായോഗികമായ വിധത്തിൽ അവർ അനുഭവിക്കുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ആ അറിവ് കുറെ കൂടി ഒരു തലയിലുള്ള അറിവിനേക്കാൾ കുറെ കൂടി ആഴത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അറിവാണ്. അപ്പോൾ ഈശോ അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല,
ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ഡോണ്ട് നോ മീ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയാൻ പരിശ്രമിച്ചിട്ടില്ല. ഇതാണ് ഈശോയുടെ ആദ്യത്തെ വാദഗതി. ഇന്ന് അനേകം ആളുകൾ, ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്. ഇന്ന് അനേകം ആളുകൾ യേശുവിനെ അറിയാൻ ശ്രമിക്കാതെയാണ് യേശുവിനെ വിമർശിക്കുന്നത്. ഒന്നാമത്തേത് അതാണ്. ഇനി 16-ാമത്തെ വാക്യം, നിങ്ങളുടെ വിധി മാനുഷികമാണ്, പക്ഷെ എനിക്ക് വിധിക്കാൻ പറ്റും, കാരണം ഞാൻ ദൈവമാണ്. ഇനി ഈശോ പറയുകയാണ്, ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്, കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എൻ്റെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. അതായത് ഐ ഹാവ് ആൻ എക്സ്ട്രാ വിറ്റ്നസ്. ഞാൻ മാത്രമല്ല ഇപ്പോൾ സാക്ഷ്യം നൽകുന്നത്, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണ്? നിയമാവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും സംഖ്യയുടെ പുസ്തകം 35:30 നിങ്ങൾ വായിച്ചാൽ മതിയാവും. നിയമാവർത്തനം ഡ്യൂട്രോണമി 17 വേഴ്സ് 6. അതുപോലെ തന്നെ സംഖ്യയുടെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലും പറയുന്ന കാര്യമാണ് ഈശോ കോട്ട് ചെയ്യുന്നത്. അത് കർത്താവ് പറയുകയാണ്, 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. 18-ാമത്തെ വാക്യം, എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു 1. 2, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? അതായത് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്തെന്നറിയാമോ? ഈ എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാമോ? പിതാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? 1, സ്നാപക യോഹന്നാനോട് പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവൻ. ഇനി ഈശോയുടെ മാമോദീസ സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്തും ഇവൻ്റെ വാക്കാണ്, എൻ്റെ പ്രിയപുത്രൻ ഇവനാണ്, ഇവൻ്റെ വാക്കാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത് എന്ന് പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പല സന്ദർഭങ്ങളിൽ പിതാവ് യേശുവിനെ സോളമായി പൊതു മധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈശോ പരാമർശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ സമയത്ത് അവർ ചോദിക്കുകയാണ്, നിന്റെ പിതാവ് എവിടെയാണ്? ഇത് ഈ മിഡിൽ ഈസ്റ്റിൽ, ആരബ്സിനിടയിൽ, അതുപോലെ തന്നെ പാലസ്തീനായിൽ യേശു ജീവിച്ചിരുന്ന കാലത്തുമൊക്കെ ആളുകൾ നിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു അപമാനിക്കുന്ന ചോദ്യമായിരുന്നു. അതായത് അതിനകത്ത് ദർ ഈസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻസൾട്ട് ഈ ചോദ്യത്തിനകത്തുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവനാ തച്ചൻ്റെ മകനല്ലേ എന്ന ആ ചോദ്യത്തിനകത്തും ദർ ഈസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻസൾട്ട്. അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, യേശുവിൻ്റെ ഈ ജനനത്തെ സംബന്ധിക്കുന്ന ചില റൂമറുകൾ യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്ന തരത്തിൽ ചില വായനകളുണ്ട്. അതായത് യേശുവിനെ ഒരു ജാരസന്തതിയായോ ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാഴ്ചപ്പാട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അപമാനം യേശു തൻ്റെ ജീവിതകാലത്ത് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് അങ്ങനെ ഒരു റിമാർക്കുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. വെർ ഈസ് യുവർ ഫാദർ ബ്രിങ്സ് അബൌട്ട് എ സട്ടിൽ ഇൻസൾട്ട്. അതിനകത്തൊരു അപമാനം ഉണ്ടാച്ചു, നിന്റെ പിതാവ് എവിടെയാണ് എന്ന ചോദ്യത്തിനകത്ത്. അപ്പോൾ യേശു പറയുകയാണ്, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആവട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. സമയം എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും സമയമാണത്. ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതായത്
ഇപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ എന്നെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ അറിയാൻ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളത് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അത് സമ്മതിക്കുന്നതിന് പകരം അവർ യേശുവിനെ ഇൻസൾട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്ത ഭാഗം 21 മുതൽ 30 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്, യേശു എന്ന സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, യേശു എന്ന സത്യത്തെ നിങ്ങൾ തിരസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതാണ് ഈശോ ഈ ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്നത്. യേശു എന്ന സത്യത്തെ തിരസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? യേശു 21-ാമത്തെ വാക്യം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ ഈ ബെൻഹിന്നോം താഴ്വരയുടെ, ഗേഹന്ന താഴ്വരയുടെ ഭൂമിശാസ്ത്രം വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ദ കോർട്ട്യാർഡ് ഓഫ് ദി വിമൻ, സ്ത്രീകളുടെ പ്രാകാരത്തിൽ ഉയർന്നു നിന്ന 14 അടി ഉയരമുണ്ടായിരുന്ന ആ മഹാദീപസ്തംഭങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ദീപസ്തംഭങ്ങൾ ജെറുസലേം നഗരിയെ മുഴുവൻ പ്രകാശപൂരിതമാക്കിയിരുന്നു. കെദ്രോൻ താഴ്വര മുഴുവൻ പ്രകാശപൂരിതമായിരുന്നു. സിയോന്റെ കുന്നുകളും തെരുവുകളും പ്രകാശമാനമായിരുന്നു. പ്രകാശം എത്തിച്ചേരാത്ത ഒരേ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പേരായിരുന്നു ഗേഹന്ന താഴ്വര അഥവാ ബെൻഹിന്നോം താഴ്വര. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ പ്രകാശം എത്തുന്നില്ല. കാരണം അത് വളരെ ആഴമുള്ള കിടങ്ങുകളും കേർവുകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ടാണ് അവിടെ പ്രകാശം എത്താതിരുന്നത്. ഈ ഗേഹന്ന താഴ്വരയെയാണ് ഈശോ നരകത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നത്. പ്രകാശം എത്തിച്ചേരാത്ത സ്ഥലം. എന്താണ് നരകം? പ്രകാശത്തെ തിരസ്കരിക്കുന്നതാണ് നരകം എന്ന്, അതാണ് ശിക്ഷാവിധി എന്ന് ഓൾറെഡി നമ്മൾ യോഹന്നാൻ 3 വായിച്ചിട്ടുണ്ട്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശുവാകുന്ന പ്രകാശത്തെ തിരസ്കരിക്കുന്നതിൻ്റെ പേരാണ് നരകം. യേശുവാകുന്ന പ്രകാശം എത്തിച്ചേരാത്ത അവസ്ഥയുടെ പേരാണ് നരകം. അപ്പോൾ അതാണ് ഇവിടെ ഈശോ പ്രകടമായി പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഇതാണ് ആദ്യത്തെ ദുരന്തം. യേശു എന്ന സത്യം ഒരാൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നാൽ അയാളിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം, അയാൾ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും, പാപത്തിൽ മരിക്കും. സത്യം യേശുവാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈ സുവിശേഷത്തിലാണ് ഈശോ പറയുന്നത്. സത്യം യേശുവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ജീവിക്കാനുള്ള മാതൃക, ആദർശരൂപം, പ്രചോദനം, ശക്തി യേശുവാണ് എന്നാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. സത്യം യേശുവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ജീവിക്കാനുള്ള മാതൃക, ആദർശരൂപം, നമുക്ക് ജീവിക്കാനുള്ള അർത്ഥം, ജീവിക്കുന്നതിനുള്ള അർത്ഥം, ജീവിക്കാനുള്ള ശക്തി, ഇതെല്ലാം യേശുവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സത്യം, ഒരാളുടെ സത്യമാണ് അയാളുടെ ജീവിതം, അയാളുടെ ജീവിതത്തിൻ്റെ ആധാരം, ജീവിതത്തിൻ്റെ പ്രചോദനം, ജീവിതത്തിൻ്റെ ശക്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ യേശു നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോകാതിരിക്കാൻ, വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ, പാപത്തിൽ നശിക്കാതിരിക്കാൻ യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുക എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ വചന പഠനത്തെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. കർത്താവിൻ്റെ കരുണ അതിശക്തമായി നമ്മൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വലിയ പദ്ധതികൾ വചന പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹങ്ങൾ നൽകുന്നുണ്ട്.
അതെല്ലാം പൂർത്തീകരിക്കപ്പെടാനായി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രത്യേകം യാചിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.